വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല, നേരിട്ടറിയൂ. ഫ്രണ്ട്സ് ഫുട്വെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം, അക്ഷയ കേന്ദ്രത്തിന് സമീപം, ചെമ്പനഴികം ബിൽഡിംഗ്, കുളത്തുപുഴ. കോടികൾ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ചൽ ആയൂർ പാതയിലൂടെ മഴ പെയ്താൽ യാത്ര ദുരിതം. അഞ്ചൽ ചന്തമുക്ക് മുതൽ ഒഴുകുന്ന വെള്ളം റോഡിലൂടെ വട്ടമൺ തോട്ടിലേക്ക് എത്തുകയാണ്. ഇത് കാരണം ഇരുചക്ര യാത്രികരും കാൽനട യാത്രികരുമാണ് ഏറെ ദുരിതത്തിലാകുന്നത്. പാതയിലൂടെയോ പാതയോരത്തു കൂടിയോ നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ ചെളിയും മാലിന്യവും നിറഞ്ഞ വെള്ളം അടിച്ചു തെറിപ്പിക്കുന്നു. മിന്നൽ വേഗത്തിൽ പോകുന്ന KSRTC ബസ്സുകളാണ് യാത്രികരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. പാതയുടെ വശങ്ങളിൽ ചിലയിടത്ത് ഓടകൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളമൊഴുകുന്നത് പാതയിലൂടെ മാത്രം. പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിട്ടുയർത്തിയതോടെ പ്രധാന പാതയെ ബന്ധിപ്പിക്കുന്ന ചില ഇടറോഡുകൾ താഴ്ന്നു. കുതിച്ചൊഴുകുന്ന മഴവെള്ളം ആദ്യം ഈ പാതകളിലേക്ക് എത്തും. പലയിടത്തും അരയ്ക്കൊപ്പം വെള്ളമാണ്. ഇതറിയാതെ എത്തുന്ന ഇരുചക്ര വാഹന യാത്രികർ ശരിക്കും കുടുങ്ങും. സ്കൂട്ടർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വെള്ളത്തിലാകുന്നതോടെ പണിമുടക്കും. പാതയുടെ നിർമ്മാണ വേളയിൽ തന്നെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും നാട്ടുകാരും അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാൻ ആരും തയ്യാറാകാത്തതിന്റെ ദുരിതം ഇപ്പോൾ അനുഭവിക്കുന്നത് നാട്ടുകാരും വ്യാപാരികളുമാണ്. മഴവെള്ളം ഒഴുകുന്നതിനാൽ പാത മുറിച്ചു കടക്കുന്നതിനോ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുന്നതിനോ കഴിയാറില്ലെന്നും വ്യാപാരികൾ പറയുന്നു. അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇടപെട്ട് നാട്ടുകാരുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു ആവശ്യപ്പെട്ടു. കോടികൾ ചെലവഴിച്ച് നവീകരിച്ച അഞ്ചലായ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും അതുപോലെ തന്നെ ഓട കവിഞ്ഞ് റോഡിലേക്ക് വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് അഞ്ചൽ ചന്തമുക്കിൽ നിന്ന് വട്ടമൻ പാലം വരെയുള്ള ഭാഗത്ത് ഈ മഴക്കാലത്ത് മഴ പെയ്യുന്ന അവസരങ്ങളിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുവാനോ അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് പോകാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ ഫണ്ട് ചെലവഴിച്ച് വളരെ ദീർഘമായ സമയമെടുത്താണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്വാഭാവികമായും മുൻപുണ്ടായിരുന്ന റോഡിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റോഡാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു മെച്ചപ്പെട്ട റോഡ് ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള ഫണ്ടിങ്ങും ഈ റോഡ് പണിയിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ അതിനെ സംബന്ധിച്ച് ഒരു ആക്ഷേപം ഉണ്ടായത് ഈ ചെലവഴിക്കുന്ന ഫണ്ടിനനുസൃതമായി പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലുള്ള റോഡ് പണിയല്ല നടക്കുന്നൊരു ആക്ഷേപം അഞ്ചലായ റോഡ് നിർമ്മാണത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ആ ആക്ഷേപത്തെ ശരിവയ്ക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അഞ്ചൽ ചന്തമുക്ക് മുതലുള്ള പല പ്രദേശങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ റോഡിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഓട നിർമ്മാണവും പൂർത്തീകരിച്ചത് മൂലം വെള്ളക്കെട്ടുണ്ടാകുന്നു, യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിർബന്ധമായിട്ടും അധികാരികൾ ഇടപെട്ട് അതിൻ്റെ രീതിയിൽ മാറ്റം വരുത്തി റോഡ് സൗകര്യപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് നിർമ്മിച്ച് നൽകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അതേസമയം നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി വിജിലൻസിനും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകാനും ഒരു വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ.